നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫൈനൽ രാത്രിയെ മറയാക്കി നടന്ന കേബിൾ മോഷണം. തമിഴ്നാട് സ്വദേശികളായ 5 പേർ പോലീസ് പിടിയിലായി. ഇവരിൽ നിന്നും കോപ്പർ കേബിളുകൾ കണ്ടെടുത്തു. കറുകപ്പുത്തൂരിൽ ലക്ഷങ്ങളുടെ BSNL കേബിൾ കവർന്ന സംഘമാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത്. സുരേഷ്, ദാമോദരൻ, ചിന്നയ്യൻ, ശശികുമാർ, G. സുരേഷ് എന്നിവരാണ് പിടിയിലായത്. തിരുമറ്റക്കോട് കറുകപ്പുത്തൂരിൽ വെച്ചാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ലോകകപ്പ് ഫൈനൽ മത്സരം കാണാൻ നാടൊട്ടുക്കും ആളുകൾ വീടുകളിലും ക്ലബ്ബുകളിലും മുഴുകിയിരുന്ന തക്ക സമയം നോക്കിയായിരുന്നു മോഷ്ടാക്കളുടെ ആസൂത്രിത നീക്കം. റോഡരികിൽ കേബിളുകൾ കടന്നുപോകുന്ന ഭാഗത്ത് കമ്പിപ്പാരയും മൺവെട്ടിയും ഉപയോഗിച്ച് കുഴിയെടുത്ത ശേഷം വൻതോതിൽ കോപ്പർ കേബിളുകൾ അറുത്തുമാറ്റി കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു. BSNL അധികൃതർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം സ്ഥിരീകരിച്ചതും ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കിയതും. തുടർന്ന് പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. റോഡരികിൽ കേബിളുകൾ ഇടുന്നതിനായി ചാലുകീറുന്ന ജോലികൾ ചെയ്തിരുന്ന തൊഴിലാളികളാണ് പിടിയിലായ 5 പേരും. ഇവർ വർഷങ്ങളായി തിരുമറ്റക്കോട് വെള്ളടിങ്കുന്നിലാണ് താമസിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായ സാഹചര്യത്തിൽ കറങ്ങി നടക്കുന്നതിനിടെയാണ് ഇവർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും കസ്റ്റഡിയിലാകുന്നതും. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ താമസ സ്ഥലത്ത് നടത്തിയ തിരച്ചിലിൽ മോഷ്ടിച്ച കോപ്പർ കേബിളുകൾ പോലീസ് കണ്ടെടുത്തു. മറ്റ് പലയിടങ്ങളിലും സമാന രീതിയിൽ നടന്ന കേബിൾ മോഷണങ്ങൾക്ക് പിന്നിലും ഇവർ തന്നെയോ എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരി, പെരിന്തൽമണ്ണ റൂട്ടിലോടുന്ന ബസ്സുകളാണ് പണിമുടക്കിയത്. മേലെ പട്ടാമ്പിയിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. ഇന്ന് ഉച്ച മുതലാണ് മിന്നൽ പണിമുടക്ക് ആരംഭിച്ചത്. പട്ടാമ്പിയിൽ നിന്നും വളാഞ്ചേരിയിലേക്കും പെരിന്തൽമണ്ണ ഭാഗത്തേക്കും പോകുന്ന സ്വകാര്യ ബസ്സുകളാണ് മിന്നൽ പണിമുടക്കുമായി രംഗത്തെത്തിയത്. മേലെ പട്ടാമ്പിയിൽ നടക്കുന്ന റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കിനെ തുടർന്നാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മണിക്കൂറോളം ഇവിടെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇന്ന് ഉച്ചയോടെയാണ് മിന്നൽ പണിമുടക്കുമായി രംഗത്തെത്തിയത്. പല ബസ്സുകളുടെയും ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ബസ്സുകൾ ഒന്നാകെ പണിമുടക്കുമായി രംഗത്തെത്തിയത്. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ 100 മീറ്ററോളം വരുന്ന ഭാഗത്തെ കട്ടവിരിക്കൽ പ്രവൃത്തികൾ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ഇവിടെ ആരംഭിച്ചിട്ട് ഒരു ഭാഗത്തെ കട്ടവിരിക്കൽ പൂർത്തിയായെങ്കിലും മറുവശത്തെ കട്ടവിരിക്കൽ കൂടി ഇനി പൂർത്തിയാക്കാനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വഴിതിരിച്ച് വിടുവാൻ നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. ഇത് സ്വകാര്യ ബസ്സുകളെ വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് മിന്നൽ പണിമുടക്കുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ യാത്രക്കാരും പെരുവഴിയിലാകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒളിവിൽ പോയ കഞ്ചാവ് കേസിലെ പ്രതിയെ കൊപ്പം പോലീസ് പിടികൂടി. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി മൊയ്തീനെയാണ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ പോയ കഞ്ചാവ് കേസിലെ പ്രതിയെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ പൊന്നേരി വീട്ടിൽ കല്ലടി മൊയ്തീനെയാണ് ഷൊർണൂർ DYSP ഷാജു K. എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാൾക്ക് 52 വയസ്സാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. 20 കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലാണ് ഇയാൾ പ്രതിയായിരുന്നത്. നേരത്തെ 2 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മൊയ്തീൻ ഒളിവിൽ പോകുകയായിരുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം കട്ടുപ്പാറയിൽ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കൊപ്പം SI ശിവശങ്കരൻ, SCPO മുരുകൻ സഭാപതി, CPOമാരായ ഷഹാബ്, നിഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചില്ലറ വിൽപ്പനക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന പ്രധാന കണ്ണിയാണ് മോദിനെന്ന് പോലീസ് പറഞ്ഞു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണം പ്രധാന അധ്യാപിക ഷീന P. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ് 9ാം ക്ലാസ് അംഗങ്ങളായ സഫ്ന, അക്സ, വൈഷ്ണവ്, ഷാൻഡോ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്ലാസുകളിൽ സാമൂഹിക മാധ്യമങ്ങളുടെ സുരക്ഷിത ഉപയോഗം, ഓൺലൈൻ തട്ടിപ്പുകൾ തിരിച്ചറിയൽ, ശക്തമായ പാസ്വേഡുകളുടെ പ്രാധാന്യം, വ്യക്തിഗത വിവരങ്ങളുടെ സുരക്ഷ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും ഈ ബോധവൽക്കരണ പരിപാടി വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും തുടർന്ന് രക്ഷിതാക്കൾക്കായും സൈബർ സുരക്ഷാ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
ക്ലാസിന്റെ സമാപനത്തിൽ ലിറ്റിൽ കൈറ്റ്സ് അംഗം സഫ്ന സഹപാഠികൾക്ക് സൈബർ സുരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലിറ്റിൽ കൈറ്റ്സ് മെന്റർ സന്തോഷ് സ്വാഗതവും മെന്റർ സ്മിത നന്ദിയും പറഞ്ഞു. വിളയൂർ പഞ്ചായത്തിലെ ചളമ്പ്രക്കുന്നിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് പരാതി നൽകാൻ ചളമ്പ്രക്കുന്ന് സംരക്ഷണ സമിതി യോഗത്തിൽ തീരുമാനം. വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ ചളമ്പ്രക്കുന്നിൽ കരിങ്കൽ ക്വാറി ആരംഭിക്കുവാനുള്ള നീക്കത്തിനെതിരെയാണ് ചളമ്പ്രക്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ജനവാസ കേന്ദ്രമായ പ്രദേശം പരിസ്ഥിതിലോല പ്രദേശം കൂടിയാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ കരിങ്കൽ ക്വാറി ആരംഭിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുമെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങാൻ അനുമതി നൽകരുതെന്ന് നേരത്തെ ഗ്രാമപഞ്ചായത്തും വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. പ്രദേശത്തുള്ള അംഗൻവാടികൾക്കും സ്കൂളിലുമെല്ലാം ക്വാറി വരുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തുള്ള പരിസരവാസികളുടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ്, അത് പല പൊതുക്കിടങ്ങളിലൊക്കെ ആ നോട്ടീസ് അറിയിപ്പായിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ പരിസര പ്രദേശവാസികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി നൽകുന്നതിന് 30 ദിവസത്തിനകം അത് എത്തിക്കണം എന്ന് പറഞ്ഞു. 30ാമത്തെ ദിവസം 5 മണിക്ക് മുമ്പായിട്ട് പ്രസ്തുത ഓഫീസിൽ ADM-ന്റെ ഓഫീസിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ്. അപ്പൊ അതിന്റെ കോപ്പി അന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും ഗ്രാമപഞ്ചായത്ത് ഓഫീസറും ഒക്കെ അതിന്റെ നടപടികളുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് പരിശോധിക്കുക. നമ്മളെന്തായാലും നോക്കി അതിന്റെ നിങ്ങളെല്ലാവരുടെയും പരിസരവാസികളായ ആളുകളുടെ ആശങ്കയും മറ്റനുബന്ധ കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് രേഖാമൂലം നേരിട്ട് തന്നെ ഓഫീസുകളിൽ എത്തിക്കണം എന്നാണ് സർക്കാർ അതിലൂടെ പറഞ്ഞത്. അപ്പൊ അതിലൂടെ നമ്മുടെ ഈ ക്വാറി എന്ന സംഭവം അവിടെ വരുന്നതിന് എതിരായിട്ടുള്ള ആ വികാരം, അതിന്റെ തടസ്സവാദങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ്. വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അത് രേഖപ്പെടുത്തി കൊടുക്കേണ്ടുന്ന സന്ദർഭത്തിലാണ്. നമ്മളിതിനു മുമ്പൊക്കെ ഇവിടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരുടെയും കൂട്ടായ നടപടികളുടെ ഭാഗമായിട്ടും പേഴ്സണലായിട്ടും വ്യക്തിഗതമായിട്ടും ഒക്കെ ഒരുപാട് പേര് ഇതിന്റെ ആശങ്കകളും പരാതികളും ആദേശങ്ങളുമായിട്ട് ജില്ലാ ആസ്ഥാനം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഓഫീസുകളിൽ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഫരീദ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഹുസൈൻ കണ്ടങ്ങാവ്, MT അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ TP റാഫി, ഗോപാലകൃഷ്ണൻ, റിയാസ്, നാസർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സജീവ് കുമാർ, മണികണ്ഠൻ, രാജൻ പുനശ്ശേരി, ഷറഫുദ്ദീൻ, ബാബുരാജ്, നൌഷാദ്, മണികണ്ഠൻ, സേതുമാധവൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയ പാരായണവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും 2026 ഓഗസ്റ്റ് 2 മുതൽ നടക്കും. ക്ഷേത്രത്തിലെ വാർഷിക ആത്മീയ പരിപാടികളുടെ ഭാഗമായാണ് ഈ വിശേഷാചരണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 2 രാവിലെ 6 മണിക്ക് സമ്പൂർണ്ണ നാരായണീയ പാരായണത്തിന് തുടക്കമാകും. അതേ ദിവസം വൈകുന്നേരം 5 മണിക്ക് ആചാര്യവരണത്തോടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കം കുറിക്കും. ഭാഗവത മാഹാത്മ്യ പാരായണത്തോടെയാണ് സപ്താഹയജ്ഞം ആരംഭിക്കുക. 7 ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവതത്തിലെ വിവിധ സ്കന്ധങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും പാരായണവും ആത്മീയ ചടങ്ങുകളും നടക്കും. ഭാഗവത കൗസ്തുഭം ബ്രഹ്മശ്രീ കണ്ടമംഗലം നാരായണൻ നമ്പൂതിരി ആചാര്യനാകും. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദിവസേന പ്രഭാഷണങ്ങൾ, ഭജന, വിശേഷാൽ പൂജകൾ, പ്രസാദ വിതരണം, അന്നദാനം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. മുതുതല നാലങ്ങാടി EMS ലൈബ്രറി ആൻഡ് റീക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മുതുതല നാലങ്ങാടി EMS ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് വിജയോത്സവവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചത്. കാരക്കുത്തങ്ങാടി VVAUP സ്കൂൾ വെച്ചായിരുന്നു പരിപാടി നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, നമുക്കറിയാം ശ്രീലങ്കയിലെ ഭരണമാറ്റത്തിന് കാരണമായത്, അതോടൊപ്പം നമുക്കറിയാം ബംഗ്ലാദേശില് അവിടുത്തെ ഗവൺമെന്റ് മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണമായത്, ഈവൻ നേപ്പാളിലടക്കം വലിയ മാറ്റം ഉണ്ടാകുന്നതിനൊക്കെ കാരണം ജൻസിയാണ് എന്നത് സംശയമില്ല. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം, വിദ്യാർത്ഥികളുടെ ആവശ്യം ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതൊരു കാരണം കൂടിയില്ല, ഞാൻ അതിലേക്ക് കടക്കില്ല. പക്ഷെ നമ്മുടെ രാജ്യം
വർക്കിംഗ് പോപ്പുലേഷൻ 70%-ലധികം വരുന്ന വർക്കിംഗ് പോപ്പുലേഷൻ, ഏതാണ്ട് 54 മുതൽ 60 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൽ താഴെ വരെയുള്ള ആളുകളുടെ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ 25 വയസ്സ് വരെയുള്ള പോപ്പുലേഷൻ നോക്കിയാൽ 40%-ലധികം വരുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഉള്ളത്. നമ്മുടെ കേരളത്തിൽ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. കാരണം കഴിഞ്ഞ തലമുറ ഫാമിലി പ്ലാനിങ് വളരെ കൃത്യമായി നടത്തിയത് നമ്മുടെ കേരളത്തിലായതുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും പോലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ യങ് പോപ്പുലേഷൻസ് ആണ്. അപ്പോ പറഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് ഇനി അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ 25 വയസ്സിൽ താഴെയുള്ളവർക്കാണ് എന്നുള്ളത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും LSS USS നേടിയവർക്കുമാണ് അനുമോദനം ഒരുക്കിയത്. ഇതോടൊപ്പം ശരത് രാജ് നാലങ്ങാടിയുടെ ആദ്യ പുസ്തകമായ രുദ്രാരവത്തിന്റെ പ്രകാശനവും നടന്നു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു മുഖ്യപ്രഭാഷണം നടത്തി. വായനശാല സ്വാസംഘം ചെയർമാൻ E ജയപ്രകാശ്, പരമേശ്വരൻ ഓലാഞ്ചേരി, സ്വാസംഘം കൺവീനർ M പരമേശ്വരൻ, അഡ്വക്കേറ്റ് TP സ്വാമിനാഥൻ, മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. വളരെ പ്രതികൂല രീതിയിൽ സ്വാഗതം പറഞ്ഞ PhD ചെയ്യാൻ വേണ്ടി എല്ലാവിധ ആശംസകളും പങ്കെടുത്തിട്ടുള്ളത്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.